എല്ലാം മൂളിക്കേട്ടാ മാത്രം പോരാ, പറയുന്നത് പോലെ അനുസരിക്കണം കേട്ടോ. അത് ഞാൻ നോക്കിക്കൊള്ളാം ഡോക്ടർ. അതെ, എല്ലാം യാമിനി നോക്കിക്കോളും. ഡോക്ടർ വരേണ്ടിയിരുന്നില്ല. യാമിനിയുടെ മുത്തശ്ശിയെ പണ്ട് കാലത്ത് ഒരുപാട് പ്രസവങ്ങൾ നോക്കിയിരുന്ന പേരുകെട്ട വയറ്റാട്ടിയായിരുന്നു അല്ലേ യാമിനി? ആ കൈപുണ്യം യാമിനിക്കുണ്ടോ എന്ന് ദിവ്യയുടെ കാര്യത്തിൽ ഒന്ന് പരീക്ഷിച്ചു നോക്കാം കേട്ടോ. അമ്പേ ചേച്ചി കാര്യമായിട്ട് പറഞ്ഞാണോ അതോ എന്നെ പരിഹസിക്കാനായിട്ട് പറഞ്ഞാണോ? അയ്യോ, ഞാനെന്തിനാ യാമിനി നിന്നെ പരിഹസിക്കുന്നേ? ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. എന്തായാലും ഇവിടെ വീട്ടിനടുത്ത് നല്ല ഹോസ്പിറ്റലും നല്ല ഡോക്ടർമാരും ഉണ്ടല്ലോ. പിന്നെ ഒരു അത്യാവശ്യ ഘട്ടം വന്ന ഗർഭിണിയായ ഒരു സ്ത്രീയെ എങ്ങനെ പരിപാലിക്കണമെന്ന് എന്റെ മുത്തശ്ശിയും അമ്മയും എന്നെ നല്ലതുപോലെ പഠിപ്പിച്ചിട്ടുണ്ട്. അതോർത്ത് അമ്പി ചേച്ചിക്ക് ഒരു ടെൻഷനും വേണ്ട. ചേച്ചിയുടെ പേരക്കുട്ടി അയ്യോ സോറി, അങ്ങനെ പറയാറായിട്ടില്ലല്ലോ അല്ലേ? ദിവ്യയുടെ കുഞ്ഞിന് പൂർണ്ണ ആരോഗ്യവാനായി തന്നെ അമ്മയ്ക്കും കുഞ്ഞിനും ഒരു കുഴപ്പമില്ലാതെ തന്നെ കിട്ടും. ചേച്ചി ധൈര്യമായിട്ടിരിക്കേ. നമുക്ക് കാണാം. എന്ത്? അല്ല, അതിവക്കറിയാം യാമിനിക്ക്. ഈ അംബിക മേഡത്തിന് ഇപ്പോഴും ഒരു മാറ്റവും ഇല്ലല്ലേ യാമിനി? അംബിക ചേച്ചിയുടെ ഈ ദേഷ്യത്തിന് പിന്നില് വലിയൊരു കാരണമുണ്ട് ഡോക്ടർ. ഞാനത് ഡോക്ടറോട് പറയാം. ദിവ്യയുടെ പ്രഗ്നൻസിയായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. ദിവ്യയെ കൂടുതൽ ടെൻഷനൊന്നും അടുപ്പിക്കണ്ട കേട്ടോ. ഓക്കെ ഡോക്ടർ. രാജു, രാജുവിന് ഒരുപാട് മാറ്റങ്ങളുണ്ട്. അതെന്താ അങ്ങനെ പറഞ്ഞ? കല്യാണം നടന്നിട്ടില്ലെന്ന് അച്ഛനോട് പറയാൻ ധൃതി കാണിച്ച് നടന്ന രാജുവിനെയല്ല ഞാനിപ്പോ കാണുന്നത്. ഇപ്പൊ രാജുവിന് അതേക്കുറിച്ച് ഒരു ചിന്തയും ഇല്ലാതെ നടക്കുന്നത്. എന്തോറ്റി? അച്ഛനോട് അങ്ങനെ പറയണ്ടെന്ന് തീരുമാനിച്ചോ? അതാണോ ഇങ്ങനെ മൗനം പാലിക്കുന്നത്? ഏയ് അല്ല മേഡം, ഇപ്പൊ അത് പറയാൻ ശ്രമിച്ചാ കിട്ടാൻ പോകുന്നതേ നെഗറ്റീവ് റിസൾട്ട് ആയിരിക്കും. അതെന്താ അങ്ങനെ പറഞ്ഞ? ഇപ്പൊ പാലിന് 1848, പത്രത്തിന് 480, പലചരക്ക് 1950.
ഞാനാ. ഹലോ പത്മാവതി മാഡം. ഞാൻ വെറുതെ വിളിച്ചതാ. കുറച്ച് വേണുചേട്ടനെ വിളിക്കണമെന്ന് വിചാരിക്കുന്നു. അവിടെ എല്ലാരും സുഖമായിരിക്കുന്നോ? നിങ്ങളുടെ ഹൗസ് ഓണറുമായിട്ട് നിങ്ങൾക്ക് എന്താ പ്രശ്നമുണ്ടെന്ന് ഞാൻ അറിഞ്ഞല്ലോ. വേണുചേട്ടാ, അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട്. അതെ മാഡം, ചെറിയൊരു പ്രശ്നമുണ്ട്. എന്തിനാ വേണുചേട്ടാ എന്നെ അന്യായിട്ട് കാണുന്നത്? എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്നോട് തുറന്നു പറയാലോ. അല്ല മാഡം, അത് അവിടെ ഇത്രയേറെ പ്രശ്നങ്ങളുണ്ടായിട്ടും പൈസയുടെ ബുദ്ധിമുട്ടുണ്ടായിട്ടും എന്നോട് എന്താ വേണിച്ചേട്ടാ ഒരു വാക്ക് പറയാത്തെ? മാഡം അങ്ങനെയല്ല, മാഡത്തെ അന്യായിട്ട് കണ്ടിട്ടില്ല. കഴിഞ്ഞ ദിവസം രമ്യർദികവും മാഡവും തമ്മിലൊരു വാക്ക് തർക്കമുണ്ടായി. അതിനിടയിൽ ഐഷയുടെ ചികിത്സക്കായി മേടിച്ച 10 ലക്ഷം രൂപയുടെ കാര്യം ഒരു സംസാരമായി. ഋതിക മാഡം മാഡത്തിന്റെ സ്വർണം മുഴുവൻ ഈടായി കൊണ്ടുപോയി കൊടുക്കാന്ന് പറഞ്ഞു. എന്താ വേണിച്ചേട്ടാ, ഇത്രയും പ്രശ്നങ്ങളുണ്ടായപ്പോ എന്നെ ഒന്ന് വിളിക്കായിരുന്നില്ലേ? വർമ്മ സാർ അറിഞ്ഞ വർമ്മ സാർ തന്നെ സഹായിച്ചേന്. പക്ഷെ അതൊന്നും രാജുവിന് ഇഷ്ടമല്ല. അതുമാത്രമല്ല, ഋതിക മാഡത്തിന്റെ മനസ്സിൽ ചെറിയൊരു വാശിയുണ്ട്. അതെന്താന്ന് വെച്ചാ ശ്രീയുടെയും ഹരീഷിന്റെയും മുടങ്ങിപ്പോയ കല്യാണം നടത്തി കൊടുത്തുകൊണ്ടാണ് രുക്മിണി ഇപ്പോ ഇടഞ്ഞു നിൽക്കുന്നത്. ആദ്യം കല്യാണം മുടങ്ങിയത് ഋതിക മാഡം കാരണമാണെന്ന ബോധ്യവും ഋതിക മാഡത്തിനുണ്ട്. വേണിച്ചേട്ടാ, അതൊന്നും സാരമില്ല. ചേട്ടാ ഇങ്ങോട്ടേക്ക് ഒരു ദിവസം ഇറങ്ങ്. കാശ് ഞാൻ റെഡിയാക്കിക്കോളാം. മാഡം, അതൊന്നും ശരിയാവില്ല. ആ പൈസ മുഴുവൻ സ്വന്തമായിട്ടുണ്ടായി കൊടുക്കണമെന്ന വാശിയില്ല മാഡം. ഞാൻ രാജുവും സംഘടിപ്പിക്കാവുന്ന പല വഴികളും നോക്കി. ഞങ്ങൾ കൂട്ടി എന്താവാനാ? എന്തിനാ വർമ്മ സാറ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോലും മാഡം അത് നിരസിച്ചു. അങ്ങനെ ഒരു വാശിയില ഋതിക മാഡം. അവൾ അങ്ങനെ ഒരു വാശിയിലാണോ? ആ, വാശി കാണുമല്ലോ. അച്ഛന്റെ അതേ വാശിയാണല്ലോ അവൾക്കും. അക്കാര്യത്തിൽ അവളും ഒട്ടും പുറകിലോട്ടല്ല. വേണുവേട്ടാ, ഞാനൊന്ന് ആലോചിക്കട്ടെ. അത് എന്താ മാഡം? എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ഞാൻ നോക്കാം. നേരിട്ട് കൊടുത്താൽ അവള് വാങ്ങിക്കേയില്ല. വേണിച്ചിട്ട് എന്തായാലും ധൈര്യമായിട്ടിരിക്കും. രാജു, ദിമ്മിക്ക് അവിടെ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? എനിക്ക് ആലോചിച്ചിട്ട് ഒരു സമാധാനം കിട്ടുന്നില്ല. ആ, അംബികമ്മായി ആളൊരു വിഷമാണെന്ന് ഞാൻ പറയാതെ തന്നെ രാജുവിന് അറിയാലോ. അവര് വിചാരിച്ചു കഴിഞ്ഞാ എന്ത് സംഭവിക്കാം? മാഡം ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ? അവിടെ വർമ്മ സാറുണ്ട്, ശേഖരൻ സാറുണ്ട്, യാമിനി മാഡം ഉണ്ട്, അപ്പു ഉണ്ട്. ഇതൊന്നും പോരാഞ്ഞിട്ട് ഓരോ മുക്കിലും മൂലയിലും CCTV ഉണ്ട്. അങ്ങനെയൊന്നും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുമാത്രമല്ല, നമ്മൾ ഓൾറെഡി ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ടില്ലേ? ദിവ്യക്ക് എന്തെങ്കിലും പറ്റിയ അതിന്റെ കാരണക്കാരൻ ദീപക് എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് മാഡം ഇങ്ങനെ പേടിക്കല്ലേ, ധൈര്യമായിട്ടിരിക്കേ. ഇല്ല രാജു, എനിക്ക് സമാധാനം കിട്ടുന്നില്ല. ഞാനേ ചെറിയമ്മയൊന്ന് വിളിച്ചു നോക്കട്ടെ. ഹലോ ഋതുമോളെ. ചെറിയമ്മേ, എനിക്ക് ടെൻഷനായിട്ട് വിളിച്ചതാ. കുഴപ്പമൊന്നും ഇല്ലല്ലോ? എന്ത് കുഴപ്പം? ഒരു കുഴപ്പമില്ല. ഇവിടെ ഞാനുണ്ട്, ശേഖരേട്ടനുണ്ട്, അപ്പുണ്ട്. ഞങ്ങൾ എല്ലാവരും അവളെ ശ്രദ്ധിക്കുന്നുണ്ട്. നീ ധൈര്യമായിട്ടിരിക്കെ. ഇവിടെ അവൾക്ക് ഒരു കുഴപ്പവും വരില്ല. ശ്രദ്ധിച്ചോണേ ചെറിയമ്മേ. ശരി മോളെ. ശരി. ഈ
ഒരു കാര്യത്തിൽ എനിക്ക് പേടിയുണ്ടെങ്കിലും രുക്മിണി അമ്മയുടെ ക്യാഷിന്റെ കാര്യത്തില് എനിക്ക് ശരിക്കും പോസിറ്റീവ് വൈബ് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ പ്രശ്നം തീർക്കാൻ വേണ്ടി ആരോ നമ്മളെ സഹായിക്കാൻ വരുന്നുണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നു രാജു. മാഡത്തിന് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് നടന്നിരിക്കും മാഡം. മാഡം ഇപ്പൊ ഒന്നിനെ കുറിച്ചും ചിന്തിക്കണ്ട. സമാധാനായിട്ട് കിടന്നുറങ്ങാൻ നോക്കാം. അമ്മേ, എന്താടാ? അവളിങ്ങനെ നിറവയറുമായിട്ട് നമ്മുടെ വീട്ടിൽ നിന്നാ എങ്ങനെ ശരിയാവും? എന്റെ ഫ്രണ്ട്സ് ഒക്കെ എന്നെ വിളിച്ച് കളിയാക്കുവാ. പിന്നെ കളിയാക്കാതെ. എടാ, അവര് നിന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പിയില്ലല്ലോ. അതോർത്ത് നീ സമാധാനപ്പെട്. എന്താ അമ്മ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നേ? പിന്നെ എടാ, വേലക്കാരിക്ക് വയറ്റിലുണ്ടാക്കിയിട്ട് നീറ് കടിച്ചതുപോലെ നിന്ന് തുള്ളുന്ന നിന്നോട് ഞാൻ പിന്നെ എന്തു പറയണം? അടിച്ചു നിന്റെ കരണം പൊട്ടിക്കാനുള്ള ദേഷ്യം എനിക്കുണ്ട്. പക്ഷേ പ്രയോജനമില്ലെന്ന് ഓർത്തിട്ടാ. എടാ, നിന്നെ പോലൊരു മരവാഴയാണല്ലോ എന്റെ വയറ്റി വന്ന് പിറന്നത്. അമ്മേ, ഒരു പ്രശ്നം ഉണ്ടാവുമ്പോഴേ ഇങ്ങനെ വാക്കുകൾ കൊണ്ട് കുത്തി സംസാരിക്കുന്ന അത്ര നല്ലതല്ല കേട്ടോ. എനിക്ക് വേണമെങ്കിൽ ബോംബെയിലോ ഗോവയിലോ എവിടെയാണെന്ന് വെച്ചാൽ സമാധാനത്തോടെ പോയി ജീവിക്കാം. അമ്മയുടെ ആഗ്രഹം കൂടെ നടന്നോട്ടേന്ന് ഓർത്താ ഞാൻ ഇവിടെ തന്നെ ഇങ്ങനെ നിൽക്കുന്നത്. നിന്റെ എടാ, അമ്മയ്ക്ക് നിന്റെ കുഞ്ഞിനെ കാണാനുള്ള ആഗ്രഹം കൊണ്ടായിരിക്കും. മതി, ഇങ്ങനെ പറഞ്ഞെന്നെ വീണ്ടും വീണ്ടും പറഞ്ഞ് എന്നെ ഇറിറ്റേറ്റ് ചെയ്താലുണ്ടല്ലോ. നീ എന്ത് ചെയ്യും? ദേ അമ്മേ, എനിക്ക് ഭ്രാന്ത് പിടിക്കും കേട്ടോ. കാണിക്കാൻ പറ്റുന്ന തെമ്മാടിത്തരം എല്ലാം കാണിച്ചിട്ട് എന്റെ നേരെ കൈ ചൂണ്ടി സംസാരിക്കുന്നോടാ. നിനക്ക് അത്രയ്ക്ക് ധൈര്യോ? തെറ്റ് പറ്റിപ്പോയി, ഞാൻ സമ്മതിച്ചു. എല്ലാം എന്റെ തെറ്റാ, എന്റെ മാത്രം തെറ്റാ. എന്ന് വെച്ച് അവളുടെ കുഞ്ഞിന് തന്തയാവാനൊന്നും എനിക്ക് പറ്റില്ല. എനിക്ക് അവളെ എന്തെങ്കിലും ചെയ്യണം, എനിക്ക് അവളെ കൊല്ലണം. അവളെ മാത്രമല്ല, അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ എനിക്ക് കൊല്ലണം. എടാ മതി, നീ ഒന്ന് റിലാക്സ് ആവ്. വിടമേ. എടാ നീ ഒന്ന് അടങ്ങടച്ചക്ക. നീ ആരെയും കൊല്ലാനും തിന്നാനൊന്നും പോണ്ട. എന്തെങ്കിലും ഒരു വഴി നമുക്കുണ്ടാക്കാം. അമ്മേനെ എന്ത് വഴി ഉണ്ടാക്കാനാ? ദിവ്യയെ നീ കൊന്ന നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിനക്ക് തെറ്റി. ഇങ്ങനെയൊന്നും അല്ലടാ മോനെ ഇത് തീർക്കേണ്ടത്. പിന്നെ പിന്നെ എങ്ങനെയാ തീർക്കണ്ടേ? അമ്മ പറയ്. ഇവിടെ ഇപ്പൊ ന്യായം ചോദിച്ചു വന്നിരിക്കുന്നത് ദിവ്യയും കുറ്റാരോപിതനായിരിക്കുന്നത് നീയുമാ. ദിവ്യയ്ക്ക് വേണ്ട നീതി നടപ്പിലാക്കാൻ പോകുന്നത് പ്രതാപനും. നിനക്കെതിരെ വാദിക്കുന്നതും പ്രവർത്തിക്കുന്നതും രാജുവും ഋതികയുമാണ്. വാദിക്കാനും നിന്നെ കുറ്റക്കാരനാക്കാനും അവര് രണ്ടുപേരും ഇനി മുതിരാൻ പാടില്ല. അതിന് നീതിമാനായ രാജാവിനെ താഴെ ഇറക്കണം. അമ്മാവനെയോ? അതെ. എങ്ങനെ? നീ ധൃതി വെക്കാതെടാ. അവള് പ്രസവിക്കാൻ ഇനിയും ദിവസങ്ങളുണ്ടല്ലോ. എല്ലാത്തിനും ഞാനൊരു വഴി ഉണ്ടാക്കാം. ശരിയമ്മേ. ഈ ക്ലബിങ്ങിനെ ആർക്കും വേണ്ടാതെ കിടക്കാൻ തുടങ്ങിയിട്ട് 6-7 മാസമായി. എല്ലാ വീക്കെൻഡിലും കുടുംബശ്രീ യോഗം കൂടാനും ഇടയ്ക്കിടയ്ക്ക് ടർഫിൽ പോയി ഷട്ടിൽ കളിക്കാനും വർഷത്തിലൊരു ടൂർ പോവാനും ഈ കെട്ടിടവും വാടകയ്ക്ക് മേടിച്ചിട്ട് ക്ലബ്ബ് നടത്തേണ്ട വല്ല കാര്യമുണ്ടോന്ന്
അടുത്ത മീറ്റിംഗിൽ ശക്തമായി ചോദിക്കണം. ക്ലബിന് ക്യൂൻസ് ക്ലബ് എന്ന പേരുണ്ടാക്കിയിട്ട് ഇവിടെ ഇപ്പൊ ക്യൂനായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. ദൈവമേ, വരുമാനം ഉണ്ടാവുന്ന എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഉണ്ടാക്കി തരണേ. ഹലോ മാഡം, ഇരിക്കൂ. ഞാൻ പത്മാവതി, ഇവിടെ അടുത്താ താമസിക്കുന്നത്. ആ, അയ്യോ മാഡം, ഒന്നും തോന്നരുത്. വല്ല ഫണ്ടിന് വേണ്ടിയാണെങ്കിൽ നടക്കില്ല കേട്ടോ. ഏയ്, ഫണ്ടിന് വേണ്ടിയൊന്നുമല്ല. ഒരു പ്രോഗ്രാം നിങ്ങളുടെ ക്ലബിന്റെ ഭാഗമായി നടത്താൻ സാധിക്കുമെന്ന് അറിയാൻ വന്നതാ. പ്രോഗ്രാമോ? എന്ത് പ്രോഗ്രാം? ആക്ച്വലി ഞങ്ങൾ വളരെ തിരക്കില്ല. വരുന്ന 2 മാസങ്ങളിലാണെങ്കിൽ തീരെ ഒഴിവുമില്ല. പ്രമുഖ വ്യക്തികൾക്ക് ക്ലബിൽ വെച്ച് നടത്തുന്ന സ്വീകരണം, ക്ലബിന്റെ ആഭിമുഖ്യത്തില് സ്പോൺസർമാര് നടത്തുന്ന കൾച്ചറൽ പ്രോഗ്രാംസ്, സ്പോർട്സ് കോമ്പറ്റീഷൻസ്, പിരിവ് കൊടുത്ത് ഞാൻ മടുത്തിരിക്കുക. അതാ ഞാൻ മാഡത്തിനെ കണ്ടപ്പോ പിരിവിനാണെങ്കിൽ പറ്റില്ലെന്ന് പറഞ്ഞത്. സോറി, അങ്ങനെ നിങ്ങളൊരു തിരക്കിലാണെങ്കിൽ ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. നിങ്ങളുടെ വിലപ്പെട്ട സമയം പാഴാക്കിയതില് ക്ഷമിക്കണം. ഞാൻ ഇറങ്ങട്ടെ. മാഡം, ഒരു മിനിറ്റ്. മാഡത്തിന് അങ്ങനെ നിരാശയായി മടക്കി വിടുന്നത് ശരിയല്ലല്ലോ. അത് ഞങ്ങളുടെ ക്യൂൻസ് ക്ലബിന്റെ അന്തസ്സിന് ചേരുന്ന കാര്യമല്ല. പത്മാവതി എന്നല്ലേ പേര് പറഞ്ഞേ? അതെ. എന്ത് പ്രോഗ്രാമാണ് മാഡം നടത്താൻ ഉദ്ദേശിക്കുന്നത്? അത് നമ്മുടെ നാട്ടില്, നമ്മുടെ നാട്ടിലെന്നല്ല, ഏത് നാട്ടിലാണെങ്കിലും പുതുതായിട്ട് വിവാഹം കഴിഞ്ഞ വധുവരന്മാർക്ക് അവരിൽ ആർക്കെങ്കിലും കുക്കിംഗ് അറിഞ്ഞിരിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതെ, എന്റെ വീട്ടില് എന്റെ ഭർത്താവാ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നത്. എന്തൊരു സ്വാദാണെന്നറിയോ? ഞാൻ കിച്ചണിലേക്ക് കയറാറേ ഇല്ല. അങ്ങനെ സ്വാദുള്ള ഭക്ഷണം പാചകം ചെയ്തു തരുന്ന ഭർത്താവുള്ള ഭാര്യ ഭാഗ്യവതിയാ. അതെ. അപ്പൊ ഞാനീ പറഞ്ഞു വരുന്ന പാചക മത്സരം പുതുതായി വിവാഹം കഴിച്ചു വന്ന പെൺകുട്ടികൾക്ക് വേണ്ടിയാ. നന്നായി പാചകം ചെയ്യാൻ അറിയാവുന്നവർക്ക് ഒരു സപ്പോർട്ട് ആകട്ടെ എന്ന് വെച്ചു. വളരെ നല്ല ചിന്തയാ മാഡം. ആട്ടെ, എന്നാണ് മാഡം ഈ മത്സരം നടത്താൻ ഉദ്ദേശിക്കുന്നത്? തീയതിയൊക്കെ നിങ്ങളുടെ തിരക്ക് നോക്കിയിട്ട് തീരുമാനിച്ചാ മതി. ഒരുപാട് വൈകിക്കാൻ പറ്റില്ല. ഓക്കെ. അല്ല, ഈ കോമ്പറ്റീഷന് പ്രൈസായി എന്ത് കൊടുക്കാനാ മാഡം ഉദ്ദേശിക്കുന്നത്? വല്ല ഫ്രിഡ്ജോ കുക്കറോ ഒക്കെ ആയിരിക്കും അല്ലേ? ഏയ് അല്ല, ഒന്നാം സമ്മാനമായി ഞാൻ നൽകാൻ ഉദ്ദേശിക്കുന്നത് 25 ലക്ഷം രൂപയാ. 25 ലക്ഷം രൂപയോ? എന്തുപറ്റി? അല്ല, കുറച്ചു ദിവസം മുമ്പ് ഒരു മാഡം വന്നിരുന്നു. ആ മാഡവും ഒന്നാം സമ്മാനം 25 ലക്ഷം കൊടുക്കുന്ന ഒരു കോമ്പറ്റീഷനെ കുറിച്ച് പറഞ്ഞിരുന്നു. അത് സ്ത്രീകളുടെ വള്ളംകളി മത്സരമായിരുന്നു. അത് ഓർത്തു പോയതാ. നമുക്ക് ഈ കോമ്പറ്റീഷൻ നടത്താം. ഡേറ്റ് എപ്പോ വേണോന്ന് മാഡം പറഞ്ഞാ മതി. ഏയ് അത് വേണ്ട, ഡേറ്റ് നിങ്ങൾ ഫിക്സ് ചെയ്താ മതി. നിങ്ങളുടെ തിരക്കൊക്കെ മാറി ഒരു ദിവസം ഫിക്സ് ചെയ്താ മതി. ശരി മാഡം, അങ്ങനെ ആയിക്കോട്ടെ. വളരെ സന്തോഷം. മാഡം, ചോദിക്കുന്നുണ്ടൊന്നും തോന്നരുത്. കോമ്പറ്റീഷന്റെ ചെലവുകളൊക്കെ നോട്ടീസ് അടിക്കണം, ടിവിയിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ പബ്ലിസിറ്റി കൊടുക്കണം. ഒരുപാട് ചെലവുകളുണ്ട്. അതിനെന്താ, ക്ലബിന്റെ അക്കൗണ്ട് നമ്പർ എനിക്ക് അയച്ചാ മതി. ക്യാഷ് ഞാൻ അയച്ചേക്കാം. ഓക്കെ മാഡം. എന്റെ മൊബൈൽ നമ്പർ നോട്ട് ചെയ്തോളൂ. എന്താവശ്യമുണ്ടെങ്കിലും വിളിച്ചാ മതി. ആ, ശരി മാഡം. ഓക്കെ മാഡം, ഞാൻ നമ്പർ സേവ് ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ മെസ്സേജ് ചെയ്യാം. താങ്ക് യു. ഓക്കെ, എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശരി മാഡം. ഇവിടം വരെ വന്നിട്ട് മാഡത്തിന് കുടിക്കാനൊന്നും തന്നില്ല. ഏയ് അതൊന്നും സാരമില്ല. ശരി. ദൈവമേ, നീ എന്റെ പ്രാർത്ഥന കേട്ടു. 25 ലക്ഷം ഒന്നാം സമ്മാനം. പിന്നെ ചെലവിന്റെ കണക്കില് കുറെ അടിച്ചു മാറ്റാനും പറ്റും. കണക്കിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ നോക്കുന്നത് നല്ലത്. ഒന്നും പ്രസിഡന്റിനെ ഏൽപ്പിക്കണ്ട. വീടിന്റെ പൊളിഞ്ഞ മുറ്റം ഒന്ന് ശരിയാക്കണം. വേണ്ട, അടുക്കള പുതുക്കി പണിയ. കോളടിച്ചു.
പത്രം എന്ന് പറഞ്ഞാൽ എന്തെല്ലാം വാർത്തകളാ പത്രത്തില്. ഈ ലോകം എങ്ങടാ പോണത്? അങ്ങളെ ചായ. ആ ഇതെന്താ? എന്തോ നോട്ടീസാണല്ലോ. അത് വല്ല ജ്വല്ലറിയുടെ പരസ്യമായിരിക്കും. അല്ല, രുചിയുടെ മഹാമേള. ഒന്നാം സമ്മാനം 25 ലക്ഷം രൂപ. എന്താ മോളെ? രാധമേ, ഇവിടെ നമ്മുടെ ടൗണിലെ വീട്ടമ്മമാരുടെ പാചക മത്സരം നടക്കുന്നു. ഒന്നാം സമ്മാനം 25 ലക്ഷമാണെന്ന്. അയ്യോ, 25 ലക്ഷോ?